ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ നമ്മൾ ഇന്ന് നോക്കുന്നത് എസ്സിയുടെ കാർഡാണ്. എസ്സിയുടെ എന്താ പറയുക, ഒരു എനർജിക് ആയിട്ടുള്ളൊരു കാർഡാണ്. ആൾ ഭയങ്കര സ്പീഡാണ്. ആളുടെ റണ്ണ് നമ്മളൊരു വിങ്ങിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ലെഫ്റ്റ് വിങ്ങിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ ആക്കിയോ അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ്ങറാക്കി ഇട്ട് കഴിഞ്ഞാൽ ആളുടെ റണ്ണ് പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അമ്മാതിരി സ്പീഡും കാര്യങ്ങളൊക്കെയാണ് ആൾക്ക്. അപ്പം എന്തായാലും എല്ലാവരും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, കാരണം നമുക്കറിയാം എസ്സിയുടെ പവർ എന്താണെന്ന്. ആളുടെ പാസിംഗ് ആണെങ്കിലും ഫിനിഷിംഗ് ആണെങ്കിലും കിക്കിംഗ് പവർ കാര്യങ്ങളൊക്കെ ഉള്ളൊരു കാർഡാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലോങ് റേഞ്ച് അടിക്കുന്നുണ്ട്, ത്രൂ പാസ് ഉണ്ട്, പിൻ പോയിന്റ് ക്രോസിംഗ് ഉണ്ട്. എന്താ പറയുക, ഒരു പക്ക ഹോൾ പ്ലെയർ തന്നെയാണ് ആളുടെ അടിയെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പവർ ഉണ്ട്. അപ്പം അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള കിക്കിംഗ് പവർ വെച്ച് യൂസ് ചെയ്ത് നല്ല പവറിലാണ് ആൾ അടിച്ച് കയറ്റുന്നതെന്ന് പറയാം. ആള് സ്മോൾ സ്പേസിലോട്ടൊക്കെ വേഗം പെട്ടെന്ന് റണ്ണെടുത്ത് വന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഫിനിഷ് ചെയ്യാനും കുറേ അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടും ആളെ യൂസ് ചെയ്യുമ്പോൾ. എടുത്തു പറയേണ്ട ആളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നാണ്, കാരണം ആളുടെ ട്രിബിളിംഗ് ആണ്. ആളെ പെട്ടെന്നൊന്നും പിടിക്കാൻ പറ്റൂല. റണ്ണെടുക്കാണ്ട് തന്നെ ആള് ട്രിബിളിംഗ് ഉപയോഗിച്ച് അടിപൊളിയായിട്ട് തന്നെ പോകും. നമുക്ക് കുറേ ഫൗളുകൾ കിട്ടും ആൾ ഉപയോഗിച്ച് കളിക്കുമ്പോൾ. അത്യാവശ്യം പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ബോക്സിൽ വെച്ച് നമ്മൾ ട്രിബിൾ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ കിട്ടിയ 1-2 ഗോളുണ്ട്. അപ്പം അത്രയും നല്ല ഫിനിഷർ തന്നെയാണ്. ആളുടെ പാസ്സാണെങ്കിലും ഫിനിഷിംഗ് ആണെങ്കിലും അടിപൊളി തന്നെയാണ്. Not a twitch, not a blink. That's calm for you. Nothing is going to distract him. And with that, the hat-trick is complete. Well, he's been on a crusade, and his first goal seemed to just whet the appetite. Over the hills and far away! No catching them now! Clearly executed that with considerable confidence. It only took seconds to score once the ball was recovered. Number 7. He's got 4. That is remarkable. Well been a winner. What a time to take the lead. But now comes the dilemma. You want to hold on or go for it again and try and extend your advantage. That's always been the harder. അങ്ങനെ പ്രത്യേകിച്ച് ഒരു വീക്ക് ഫുഡ് ഒന്നുമില്ല. രണ്ട് കാലിനും ആൾ അടിച്ച് കയറ്റണ്ടെന്ന് പറയാം. അത്രയും പവറാണ് ആളുടെ രണ്ട് ലെക്കിനും. What a moment of brilliance, control and perfect accuracy. Speed of thought, speed of action. That's another മറ്റൊന്നാളുടെ ട്രിബിളിംഗ് ക്വാളിറ്റിയാണ്. ഈ ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം പെട്ടെന്നൊന്നും പിടിച്ചാലൊന്നും ആളെ കിട്ടൂല. ആൾക്ക് നല്ല എന്താ പറയുക, ത്രൂ പാസ് എന്ന് പറഞ്ഞ സ്കില്ലുണ്ട് ആൾക്ക്. അത്യാവശ്യം ആളെ വിട്ട് ഓടിക്കുന്നുണ്ട്. ആളുടെ ഫ്രണ്ടിലുള്ള പ്ലെയർക്ക് നല്ല പാസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ആൾ. അത്രയും ചാൻസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓടി കറക്റ്റായിട്ട് ബോക്സിൽ വന്നിട്ടുണ്ട് ആൾ. പന്ത് വരുമ്പോഴേക്കും ആൾ തന്നെ കൊടുത്ത ബോളാണ്. കറക്റ്റ് ടൈമിൽ ആളത് ഫിനിഷ് ചെയ്യാൻ അത്രയും റണ്ണെടുത്ത് ഓടി എത്തി എന്നുള്ളതാണ്. അപ്പം അത്രയും വെറുതെ നിൽക്കുന്നില്ല, ഓടി ഓടി കളിക്കുന്നൊരു കിടിലൻ കാർഡ് തന്നെയാണ്. ആളുടെ റണ്ണ് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടത്. ആളുടെ ഈ റണ്ണാണ് എങ്ങനെ വന്നാലും ആളെ പിടിച്ചാൽ കിട്ടണം. അത്ര സ്പീഡുമാണ്. ഫിസിക്കലി ആണെങ്കിൽ തള്ളി ഓടി കയറുന്നുണ്ട്. അപ്പോൾ ആൾ ഓടിക്കഴിഞ്ഞാൽ ത്രൂ ബോൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആളെന്തായാലും ഓടിക്കളിച്ചോളും. അത്രയും സ്പീഡുണ്ട്, ഫിനിഷിങ്ങും ഉണ്ട്. അത്രയും ടോപ്പായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ്. It was a great header. The invitation was irresistible and the finish unerring. Yeah, he makes those runs with great stealth and a ghost like. നമുക്കറിയാം ആൾക്ക് പിൻ പോയിന്റ് ക്രോസിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾക്ക് ക്രോസ് ഇടാനുള്ള ഒരു എബിലിറ്റിയൊക്കെ ഉള്ള ഒരു കാർഡ് കൂടിയാണ്. അപ്പോൾ മസ്റ്റ് യൂസ് ചെയ്യേണ്ട ഒരു കാർഡാണ്. പ്ലെയർ ഓഫ് ദ വീക്കിൽ വന്നതിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു ഇതിൽ ടോപ്പായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ്. ഇപ്പോൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ എല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത്രയും ടോപ്പായിട്ടുള്ള കാർഡ് തന്നെയാണ് ഇപ്പോൾ നിലവിൽ കൊണാമി കൊണ്ടുവന്നേക്കുന്നത്.